ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് റാഗി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തിയായ 3 തരം സ്മൂത്തികളുടെ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണില്ല, എന്നാൽ നല്ല മധുരത്തിലുള്ള സ്മൂത്തി തന്നെയാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റാഗിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ല, അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ ചെയ്യണത്. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. ഇനി ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു റോബസ്റ്റ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറുക്കി വെച്ച റാഗി ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത പാലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ തണുത്ത പറ്റാത്തവരെ വെച്ചാൽ തണുപ്പില്ലാത്ത പാലെടുക്കുക. ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ തേനും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തേൻ ഒഴിച്ചിട്ടില്ലെങ്കിൽ റോബസ്റ്റിൻ്റെ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഹെൽത്തിന് നല്ലതല്ലേ വെച്ചിട്ട് തേന് കുറച്ച് ഒഴിച്ചു കൊടുത്തോന്ന് മാത്രം. ഷുഗർ പേഷ്യൻസ് ഒക്കെ വെച്ചാൽ ഈ തേനൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആപ്പിൾ സ്മൂത്തി ഉണ്ടാക്കാം. 1 കപ്പ് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ ആപ്പിൾ എടുക്കണില്ല, അതിൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ച റാഗിയില്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിളിൻ്റെ പീസുകളില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കണേ, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഷുഗർ പേഷ്യൻസൊക്കെ ഇത് അവോയ്ഡ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ട്. ഇനി നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടുള്ള അടുത്ത സ്മൂത്തി ഉണ്ടാക്കാം. ഒരാൾക്ക് കഴിക്കാനുള്ള സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കണുള്ളൂ, ഒരു ചെറിയ കപ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റിൻ്റെ ആ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുറുക്കി വെച്ച റാഗി ഇല്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാരറ്റ് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈത്തപ്പഴം ക്യാരറ്റൊക്കെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള 3 തരം സ്മൂത്തികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനും അതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ടയേർഡായിട്ടല്ലേ വരിക. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ക്ലാസ് കൊടുത്താൽ നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ അവർക്കൊക്കെ മധുരം കുറവാച്ചാൽ കുറച്ചും കൂടി ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ എന്തെങ്കിലും ഒന്ന് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3 സ്മൂത്തികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക വെച്ചാൽ ഒന്ന് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക്